വിവാഹത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മെഹന്തി. വധുവിന്റെ കൈകളിൽ മൈലാഞ്ചി ഇടുന്ന ചടങ്ങ്. പണ്ടുകാലത്ത് ഇത് വധുവിന്റെ അയൽക്കാരും കൂട്ടുകാരും ചേർന്നാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റുകൾ തന്നെയുണ്ട്. വ്യത്യസ്തങ്ങളായ ഡിസൈനുകളിൽ വധുവിന്റെ കൈകാലുകളിൽ ഈ ആർട്ടിസ്റ്റുകൾ മൈലാഞ്ചി ഇട്ട് നൽകും. നമ്മുടെ നാട്ടിൽ ഇന്ന് മെഹന്തി ആർട്ടിസ്റ്റ് എന്നത് ഒരു പ്രൊഫഷനായി മാറിയെന്ന് ചുരുക്കം. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ളവർക്ക് അവരുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. മറ്റു ചില രാജ്യങ്ങളിലും ഈ ചടങ്ങ് കാണാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ വിവാദമായൊരു സംഭവമാണല്ലോ മെഹന്തി. വിവാഹത്തിന് മുൻപ് മൈലാഞ്ചി അല്ലെങ്കിൽ മെഹന്തി എങ്ങനെ ഇടണമെന്നും എവിടെയൊക്കെ ഇടണമെന്നും ആരാണ് ഇത് ചെയ്യേണ്ടതെന്നുമെല്ലാം നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വിവാഹത്തിന്റെ പവിത്രമായ ചടങ്ങായിട്ടാണ് മൈലാഞ്ചി ഇടുന്നതിനെ കണക്കാക്കുന്നത്. ഈ ചടങ്ങ് നടത്തുന്നത് വധുവിന്റെ കുടുംബമാണ്. വധുവിന്റെ വീട്ടിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ ചടങ്ങിൽ വെച്ച് വധുവിന്റെ കൈകളിലും കാലുകളിലും ബന്ധുക്കളോ അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്നതിന് പ്രത്യേകം പരിശീലനം ലഭിച്ചവരോ മൈലാഞ്ചി ഇടും. ചിലയിടങ്ങളിൽ വധുവിന്റെ കൈകളിൽ ആദ്യം മൈലാഞ്ചി ഇടുന്നത് നാത്തൂനായിരിക്കണം എന്നുണ്ട്. എന്നാൽ മറ്റ് ചിലയിടങ്ങളാകട്ടെ വധുവിന്റെ അമ്മ വേണം ഇത് ആദ്യം ചെയ്യാൻ. കൈകൾക്ക് ഒരു അലങ്കാരം മാത്രമല്ല, മറിച്ച് കന്യകയിൽ നിന്നും ഭർത്താവിനെ മോഹിപ്പിക്കുന്നവളായി വധു മാറുന്നതിന്റെ പ്രതീകം കൂടിയാണ് ഈ മൈലാഞ്ചി അലങ്കാരം. സ്ത്രീകളുടെ 64 കലകളിൽ ഒന്നാണ് മൈലാഞ്ചി എന്നാണ് കാമസൂത്രയിൽ പറയുന്നത്. ശംഖ്, പൂക്കൾ, മയിൽ, കലശം തുടങ്ങി പലതും വധുവിന്റെ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് വരയ്ക്കാറുണ്ട്. വധുവിന്റെ കൈകളിൽ മൈലാഞ്ചി കൊണ്ട് വരയ്ക്കുന്ന സങ്കീർണമായ ചിത്രങ്ങളിൽ ചിലപ്പോൾ ഭർത്താവിന്റെ പേരും പെട്ടെന്ന് കാണാത്ത രീതിയിൽ ചിലർ എഴുതാറുണ്ട്. വരനു വേണ്ടിയാണിത്. വധുവിന്റെ കൈകളിൽ ഇത്തരം സങ്കീർണമായ മൈലാഞ്ചി ചിത്രത്തിൽ നിന്നും വരൻ സ്വന്തം പേര് കണ്ടെത്തുന്നത് പങ്കാളിയിൽ മതിപ്പുളവാക്കാനുള്ള അവന്റെ ബുദ്ധിയുടെയും നിരീക്ഷണത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. മൈലാഞ്ചി ഇടൽ ചടങ്ങ് സംഗീതത്തിന്റെയും ചിലയിടങ്ങളിൽ നൃത്തത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സാധാരണ നടക്കുക. സ്ത്രീകൾ പരമ്പരാഗത ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും മൈലാഞ്ചി ഇടൽ ചടങ്ങ് ആഘോഷമാക്കും. ഈ അവസരത്തിൽ വധു സാധാരണ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളും ലളിതമായ ആഭരണങ്ങളുമാണ് ധരിക്കുക. മൈലാഞ്ചി ഇടൽ കഴിഞ്ഞാൽ വിവാഹം കഴിയുന്നതുവരെ വധു വീടിന് പുറത്തു പോകരുത് എന്നാണ് ആചാരം. വധുവിന്റെ കൈകൾക്ക് മൈലാഞ്ചി കടുത്ത നിറം നൽകിയാൽ ഭർത്താവും വീട്ടുകാരും അവളെ നന്നായി സ്നേഹിക്കും എന്നാണ് വിശ്വാസം. വിവാഹത്തിലെ സ്നേഹവും ശക്തിയുമാണ് മൈലാഞ്ചി പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ വധുവിനെ സംബന്ധിച്ച് ഇത് ശുഭസൂചകമാണ്. മൈലാഞ്ചി കൈകളിൽ എത്ര നാൾ നിൽക്കുന്നുവോ അത്രയും ശുഭകരമായിരിക്കും അവളുടെ ദാമ്പത്യ ജീവിതം എന്നാണ് പറയപ്പെടുന്നത്.